ട്രക്കിൻ്റെ മുൻഭാഗം അത് ഒന്ന് ചേർന്നിരിക്കുന്ന രീതിയിലാണ്. ക്യാബിൻ ഭാഗം ഒന്ന് ചേർന്നിരിക്കുന്ന രീതിയിലേക്ക് വലിയ ആഘാതത്തോടു കൂടിയാണ് ട്രക്ക് പുഴയിലേക്ക് വന്ന് പതിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ക്യാബിൻ ചുരുങ്ങിപ്പോയിരിക്കുന്നു. അതിനുള്ളിൽ നിന്നാണ് അർജുൻ്റെ മൃതദേഹത്തിൻ്റെ ഒരു ഭാഗം കിട്ടിയത്. ഷിരൂരിൽ ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. പ്രകൃതി പോലും കണ്ണീരണിയുന്ന നിമിഷമാണിത്. അർജുൻ്റെ മൃതദേഹത്തിൻ്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നു. അർജുൻ ഓടിച്ചു വന്ന ട്രക്ക്, ആ ട്രക്കിൻ്റെ അവസ്ഥ, അതിൻ്റെ മുൻഭാഗം വന്നിടിച്ചു നിന്ന ഭാഗം പൂർണ്ണമായും നദിയുടെ അടിത്തട്ടിലേക്ക് വന്നിടിച്ചു പതിച്ചതിൻ്റെ ആഘാതം വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യമാണിത്. ഇപ്പോൾ ഹൂക്കുകളൊക്കെ ഘടിപ്പിച്ച് ട്രക്ക് പതിയെ ഉയർത്തിയെടുക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിരൂരിൽ ഗംഗാവലി പുഴയുടെ മധ്യഭാഗത്തിനും ലക്ഷ്മണിൻ്റെ ധാബയ്ക്കും ഇടയിലുള്ള ഭാഗം, കരയിൽ നിന്ന് ഉദ്ദേശം 65 മീറ്റർ മാറിയുള്ള ഭാഗമാണ് കോണ്ടാക്ട് പോയിന്റ് 2. അവിടേക്കാണ് ജൂലൈ 16 രാവിലെയുണ്ടായ ആ വലിയ മണ്ണിടിച്ചിലിൽ അർജുൻ്റെ വാഹനം ചെന്നുപോയി പതിച്ചത്. അതിനുശേഷം രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ. അതിനുശേഷമാണ് കുടുംബം പരാതിയുമായി രംഗത്ത് വരുന്നത്. റിപ്പോർട്ടർ ഈ വാർത്തയിൽ ഇടപെടുന്നത് ജൂലൈ 18-നാണ്. പിന്നീട് അന്നു മുതൽ ഇന്ന് വരെ അർജുൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നതായിരുന്നു നമ്മുടെ തീരുമാനം. ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം നമ്മൾ അവിടെ നിന്ന് കണ്ടെടുക്കുന്ന ഘട്ടത്തിൽ സൈന്യമടക്കം രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയതാണ്. ഈ കാലയളവിനിടയിൽ 3 ഘട്ടമായിട്ടാണ് രക്ഷാപ്രവർത്തനം നടന്നത്. ജൂലൈ 29-ന് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം വീണ്ടും തുടരുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്. അതും അധിക ദിവസം നീണ്ടുനിന്നില്ല. ഓഗസ്റ്റ് 16-ന് ആ പരിശോധനകൾ വീണ്ടും അവസാനിക്കുകയാണ്. വീണ്ടും കോടതി കയറുന്നു. അതിനുശേഷമാണിപ്പോൾ ഡ്രഡ്ജിംഗ് നടത്തുന്നതിനായിട്ടുള്ള നീക്കത്തിലേക്ക് എത്തിയത്. 5 ദിവസം ഡ്രഡ്ജിംഗ് നടത്തി. പല ലോഹഭാഗങ്ങളും കിട്ടി. അതിൽ അർജുൻ്റെ വാഹനം മാത്രം കിട്ടാതെ വന്നപ്പോൾ ആശങ്കയായിരുന്നു. എന്നാൽ ഇപ്പോൾ അർജുൻ്റെ വാഹനം കോണ്ടാക്ട് പോയിന്റ് 2 റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ അടയാളപ്പെടുത്തിയ കോണ്ടാക്ട് പോയിന്റ് 2-വിൽ നിന്ന് അർജുൻ്റെ വാഹനം കണ്ടെത്തിയിരിക്കുന്നു. ആ വാഹനം ഇപ്പോൾ ഉയർത്തിയെടുക്കുകയാണ്. അഭിലാഷ്, കൂടുതൽ ഹൂക്കുകൾ ഘടിപ്പിച്ച് സുരക്ഷിതമായി ഡ്രഡ്ജറിലേക്ക് എത്തിക്കുക. കാരണം അർജുൻ്റെ മൃതദേഹത്തിൻ്റെ തലയ്ക്ക് കീഴ്പോട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് ഇതുവരെ കണ്ടെടുത്തതല്ലേ? ഇപ്പോൾ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഡ്രഡ്ജറിൽ ഇത് ഹൂക്ക് ചെയ്ത് മുകളിലേക്ക് എത്തിയതിനു ശേഷം മാധ്യമങ്ങൾക്ക് അഭിമുഖമായി ഈ ക്യാബിൻ മാറ്റിയിരിക്കുന്നത്. ഏതായാലും ആ ക്യാബിൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്. അതായത് ഒരു ബോൾ പോലെ ഉരുണ്ടു പോകുന്ന ഒരു നിലയിലേക്ക് ഇതിൻ്റെ ക്യാബിൻ, ഇത്രയും ശക്തമായ ഒരു ക്യാബിൻ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ എഞ്ചിൻ ഭാഗങ്ങളടക്കം ചുരുണ്ടു പോകുന്ന ഒരു നിലയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ക്യാബിനും അതോടൊപ്പം തന്നെ അതിൻ്റെ സീറ്റടക്കമുള്ള ഘടകങ്ങൾ, അതോടൊപ്പം തന്നെ ടയറടക്കമുള്ള ഭാഗങ്ങൾ എല്ലാം ഒരു ബോൾ പോലെ ചുരുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. അതായത് ഈ മലയ്ക്ക് മുകളിലുള്ള പാറക്കെട്ടുകളടക്കം ഇതിൻ്റെ മുകളിലേക്ക് വീണിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ നിലയിലേക്ക് ഈ ട്രക്കിൻ്റെ ഭാഗങ്ങൾ മാറിയത് എന്നുള്ളതാണ്. ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. കാരണം അർജുൻ്റെ മൃതദേഹം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയങ്ങൾ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് തന്നെ ഇപ്പോൾ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആ വാഹനത്തിൻ്റെ ഭാഗം, ക്യാബിൻ്റെ ഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നു. ഇതൊരു പക്ഷേ കരയിലേക്ക് മാറ്റാനുള്ള ഈ ഭാഗത്തേക്ക് തന്നെ നീക്കിയിടാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ നമ്മൾ കരുതിയത് ഈ ഡ്രഡ്ജറിലേക്ക് തന്നെ നീക്കുമെന്നായിരുന്നു കരുതിയെങ്കിൽ ഇപ്പോൾ ഇത് കരഭാഗത്തേക്ക് തന്നെ നീക്കിയിടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.